ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? സോ വീഡിയോയിലെ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഫിനോലെക്സ് കേബിൾസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്, ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഓരോ കമ്പനികളുടെ റിസൾട്ടും അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെന്റൽസും നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കണ്ടന്റായിട്ട് മാത്രം ഇതിനെ കാണുക. ഓക്കെ, സോ വേറൊരു കാര്യം കൂടെ സൂചിപ്പിച്ചതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആൻഡ് നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് എന്ന പേരിൽ പോയിരുന്നു. സോ ടെക്നിക്കൽ റീസൺസ് കാരണം അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു ചാനൽ, ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്, കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല നല്ല സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്ക് കൂടുതലായിട്ടുള്ള ഗോൾഡിൻ്റെയും ഒക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കണ്ടിന്യൂ ആയിട്ട് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കണ്ടന്റ് ഇടുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല സ്വിംഗ് ട്രേഡേഴ്സിന് നമ്മൾ നല്ല സ്റ്റോക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യാനും നമ്മുടെ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് പോകാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ആൻഡ് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്കത് മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫിനോലെക്സ് കേബിളിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ കമ്പനിയെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്ക്രീനറിൽ ഞാൻ കമ്പനിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് കമ്പനിക്ക്. ഇന്ത്യയിലെ ലീഡിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കേബിൾസിൻ്റെ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനികൾ ഒന്നാണ് ഫിനോലെക്സ് കേബിൾ. 827 രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ 12,643 കോടിയും കറണ്ട് മാർക്കറ്റ് പ്രൈസ് 827 ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, ലീഡർഷിപ്പ് പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കമ്പനിയാണ് FMEG ഹോം അപ്ലയൻസസ്. ഫിനോലെക്സിൻ്റെ തന്നെ പല പല പ്രൊഡക്ട്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം 24% മാർക്കറ്റ് ഷെയർ ഇന്ത്യയിൽ തന്നെ ആസ് ഓഫ് നൗ അവർക്കുണ്ട്. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് ചോദിച്ചാൽ FMEG വയേഴ്സ്, കേബിൾസ്, ഹോം അപ്ലയൻസസ്, അങ്ങനെ പല സാധനങ്ങളും ഇവരുടെ രീതിയിലായിട്ട് വെക്കുന്നുണ്ട്. 5,000-ഓളം ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. 1,50,000 റീറ്റെയിലേഴ്സ് അവിടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 8ഓളം എക്സ്ക്ലൂസീവ് റീറ്റെയിൽ സ്റ്റോർ ഫിനോലെക്സ് ഹൗസ് എന്ന പേരിൽ ബാംഗ്ലൂർ, ഗാസിയാബാദ്, റാഞ്ചി, വഡോദര, റായ്പൂർ, ഭുവനേശ്വർ, സെക്കുന്ദ്രാബാദ് അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഇവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ, റീറ്റെയിൽ സ്റ്റോർസ് എന്ന് നമുക്ക് പറയാം, വർക്ക് ചെയ്യുന്നുണ്ട്. ഫിനോലെക്സ് കേബിൾസിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കേബിൾസിൽ നിന്നാണ് 84% അവർക്ക് റവന്യൂ വരുന്നത്. കോപ്പർ റൂട്ട്സിൽ നിന്ന് 1%, പ്രൊഡക്ട്സ് ബേസ് ചെയ്തിട്ട് 5%, കമ്മ്യൂണിക്കേഷൻ കേബിൾസിന് 10% വരുന്നത്. ഓക്കെ, വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ഒക്കെ ഇവർക്കുണ്ട്. ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടും കൊടുക്കുന്നുണ്ട്. മോസ്റ്റ്ലി 21% ആണ് ഡിവിഡൻഡ് പേ ഔട്ട് തന്നെ കൊടുക്കുന്നത്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു മേഖലയാണ്. അറിയാം, കേബിൾ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. RR കബേൽ, പിന്നെ പോളിക്യാബ്, അദ്വൈത് എനർജി, ഫിനോലെക്സ് കേബിൾസിന് തന്നെ യൂണിവേഴ്സൽ കേബിൾസ്, അങ്ങനെ പല കോമ്പറ്റീറ്റേഴ്സും അവർക്കുണ്ട്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഒന്ന് ഓടിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ Q3 റവന്യൂ മോസ്റ്റ്ലി 35% ജമ്പ് ചെയ്തു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസംബർ ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 35%, അതായത് മോസ്റ്റ്ലി 1,598 കോടിയിലേക്ക് വർദ്ധിച്ചു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിട്ട് ഫിനോലെക്സ് കേബിൾസിൻ്റെ കാര്യത്തിലുണ്ട്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കാൻ മനസ്സിലാവുന്നത് ക്വാർട്ടർലി റിസൾട്ടിൽ ഡിസംബറിൽ വന്ന റിസൾട്ട് പരിശോധിക്കുമ്പോൾ ടോട്ടൽ ഇൻകം റേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1,639 കോടിയിലേക്ക് റേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് 1,226 കോടിയിൽ നിന്നാണ് 2024 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണെങ്കിൽ 35% ഇയർ ഓൺ ഇയർ വർധനവ് കാണിക്കുന്നുണ്ട്. 1,598 കോടിയിലേക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് മാറിയിട്ടുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് PAT എന്ന് പറയുന്നത് 10% ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി 135 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഏർണിംഗ്സ് പെർ ഷെയർ ആണെങ്കിൽ 8.89 പെർ ഷെയർ അപ്പ് ഫ്രം, അതായത് 8.10 ആയിരുന്നു, അതിൽ നിന്നും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൻ്റെ വർധനവും നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ഓക്കെ, ഓപ്പറേഷണൽ സെഗ്മെന്റ് റിവ്യൂ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ഇലക്ട്രിക്കൽ വയർ സെഗ്മെന്റിൽ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ആണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. മോസ്റ്റ്ലി 28% ഗ്രോത്ത് ഇലക്ട്രിക് വയർ സെഗ്മെന്റിൽ നിന്ന് തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് ആണ്. ഇപ്പം ഒപ്റ്റിക്കൽ ഫൈബർ മേഖലയിൽ നിന്ന് അവർക്ക് വളരെയധികം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ റിസൾട്ട് ബേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മെറ്റൽ ബേസ്ഡ് പ്രൊഡക്ട്സിന്റെ സെയിൽ വളരെ ലോവർ ആയിരുന്നു. ബട്ട് ഒപ്റ്റിക്കൽ ഫൈബർ, അതായത് നമുക്കറിയാം ഇന്റർനെറ്റ് കേബിൾസിനെയൊക്കെയാണ് പറയുന്നത്,
നമുക്കറിയാം ഇപ്പം ജിയോയുടെയും എയർടെലിൻ്റെയൊക്കെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അതായത് നെറ്റ് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രൊഡക്റ്റ് ഗ്രോത്ത്, അതായത് അവരുടെ സെയിലിൽ നിന്ന് 34% വർധനവാണ് ഉണ്ടായിട്ടത്. പിന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മെറ്റൽ പ്രൈസസിൻ്റെ റൈസിങ് ഉണ്ടായതോടുകൂടി കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ 5% പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് കുറച്ചും കൂടെ ഹയർ റേറ്റിൽ അവർക്ക് വിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. കാര്യം മെറ്റലിൻ്റെ പ്രൈസസ് വളരെ കൂടുതലാണ്. സോ അവർ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ 5 തവണ നടത്തി എന്നുള്ളത് കമ്പനിക്ക് ഗുണമായി എന്നുള്ളതാണ്. പിന്നെ പുതിയ ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ലയബിലിറ്റി കാര്യങ്ങളെല്ലാം അവരുടെ ഇഷ്യൂസ് എല്ലാം അവർ ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് ട്രെൻഡാണ് അവർ നോക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന റവന്യൂവിൽ ഓപ്പറേഷനിൽ നിന്നുണ്ടായ പോസിറ്റീവ് ഗ്രോത്ത് അവർ നല്ല രീതിയിൽ കണക്കാക്കുന്നുണ്ട്. പിന്നെ ടോട്ടലി കമ്പനിക്ക് ഈ ഒരു റിസൾട്ട് കൊണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോസിറ്റീവ് മൊമെൻറ്റം, അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. നിങ്ങൾ അതിൻ്റെ ചാർട്ടൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഡൗൺ ട്രെൻഡിൽ പൊയ്ക്കൊണ്ടിരുന്ന സ്റ്റോക്ക് അത്യാവശ്യം പോസിറ്റീവ് മൊമെൻറ്റത്തിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് നിങ്ങൾ നോക്കിയേ, പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 35% സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മോസ്റ്റ്ലി ഒരു ജൂൺ 2024 തൊട്ട് 35.83% പ്രൊമോട്ടർ ഹോൾഡിംഗ് കണ്ടിന്യൂ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് FIയുടെ ഹോൾഡിംഗ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ വെച്ച് നോക്കുമ്പോഴത്തേക്കും 9.42 സ്ലൈറ്റ്ലി കുറവ് വന്നിട്ടുണ്ട്. ആൻഡ് DIയുടെ ഹോൾഡിംഗ് കുറവ് വന്നിട്ടുണ്ട്. ബട്ട് പബ്ലിക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി 38.36% നിന്ന് 38.96% പബ്ലിക് ഹോൾഡിംഗ് ഫിനോലെക്സ് കേബിൾസിന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫിനോലെക്സ് കേബിൾസിൽ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സിംപ്ലി നമ്മൾ വലിച്ചു നീട്ടാതെ പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, സെയിൽസിൻ്റെ കാര്യമായാലും എക്സ്പെൻസിൻ്റെ ആയാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ആയാലും എല്ലായിടത്തും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കണ്ടപ്പോഴാണ് ഞാൻ ഈ സ്റ്റോക്ക് നോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുക, ടെക്നിക്കൽ ചാർട്ട് എടുത്ത് നോക്കുക. ടെക്നിക്കൽ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ട്രേഡിംഗ് വ്യൂവിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിൽ ഇതൊരു ബേസിക്കലി ഒരു ചെറിയ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് പാറ്റേൺ ആണ്. മന്ത്ലി ക്യാൻഡിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ വിസിബിൾ ആണ്. മന്ത്ലി ക്യാൻഡിലിൻ്റെ റീടെസ്റ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്കലി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മോസ്റ്റ്ലി 1692 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത് മോസ്റ്റ്ലി 60% ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നിരുന്നു. ആലോചിച്ച് നോക്കി, 1600 റേഞ്ചിൽ ട്രേഡ് ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് 650 റേഞ്ചിലേക്ക് കഴിഞ്ഞ മാസം വരെയൊക്കെ ട്രേഡ് ചെയ്തിരുന്നു. 2 മാസം മുന്നേ വരെ 650 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബൈയിങ് മൊമെൻറ്റം ഈ സ്റ്റോക്കിലുണ്ട് അല്ലേ. കഴിഞ്ഞ 2 ആഴ്ചത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബൈയിങ് മൊമെൻറ്റം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ കൂടുതൽ മൊമെൻറ്റം നമുക്കിതിൽ പ്രതീക്ഷിക്കാമോ എന്ന് ഉള്ള കാര്യം നമുക്ക് വരുന്ന ആഴ്ചകളിൽ അറിയാം. എന്തായാലും അത്യാവശ്യം റിസൾട്ട് വന്ന സ്ഥിതിക്ക് മാർക്കറ്റിൽ കുറച്ചൊരു ബുള്ളിഷ് പ്രസൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു ചാർട്ട്, ഈ ഒരു സ്റ്റോക്കും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ടെക്നിക്കലി ഇവിടെ കാണുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. 800 റേഞ്ച് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. ഒരു സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം ഇനി ഒരു പുൾ ബാക്ക് വരുമോ ഇല്ല എന്നുള്ള കാര്യം നോക്കാം. അല്ലെങ്കിൽ ഇന്ന് റിസൾട്ട് വന്ന സ്ഥിതിക്ക് നാളെയും ഒരു കണ്ടിന്യൂവേഷൻ മൂവ്മെന്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യവും നമുക്ക് വാച്ച് ചെയ്യാം. എന്തായാലും ഡൗൺ ട്രെൻഡിലായിരുന്നു ഈ സ്റ്റോക്ക്. ബട്ട് നിലവിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടോട് കൂടി മന്ത്ലി റീടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടെക്നിക്കലി 2 ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കലി ഇതിൽ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ചാർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും ആൻഡ് റിസൾട്ട് ബേസ്ഡ് മൂവ്മെന്റും വിത്ത് ട്രസ് സപ്ലൈ ബ്രേക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, 800 റേഞ്ച് നല്ലൊരു സപ്ലൈ ആയിരുന്നു. ആ സപ്ലൈ ബ്രേക്ക് ചെയ്തതോടുകൂടി മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഫിനോലെക്സ് കേബിൾസ് നിങ്ങൾ ടെക്നിക്കലി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫിനോലെക്സ് കേബിൾസിൻ്റെ വരുന്ന ആഴ്ചകളിലെ മൂവ്മെൻറ്റ്സ് നമുക്ക് എന്തായാലും ക്ലോസ്ലി ട്രാക്ക് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. അപ്പം മറ്റേ കാര്യം മറക്കരുത്. ഏത് കാര്യമാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം നിങ്ങൾ മറക്കാതെ ആഡ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.